ഹലോ വെൽക്കം ബാക്ക് ടു പെപ്പിൻ്റെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോയിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. ദെൻ സിലബസിൻ്റെ സീരീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റി. കേരളത്തിലെ കാര്യവട്ടത്ത് ക്യാമ്പസിലുള്ള സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള എൻട്രൻസിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ എക്സാമിനേഷൻ നടക്കാൻ പോവുകയാണ്. ദെൻ ഡേറ്റ് ഇപ്പോഴും ഡിക്ലെയർ ചെയ്തിട്ടില്ല. എനിവേ കേരള യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജി പെർസ്യൂ ചെയ്യുന്നവർ, അതായത് MSc അപ്ലൈഡ് സൈക്കോളജി ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ കേരളത്തിലെ ഏറ്റവും നല്ല ഓപ്ഷൻ, ബെറ്റർ ഓപ്ഷനാണ് MSc അപ്ലൈഡ് സൈക്കോളജി. MSc അപ്ലൈഡ് സൈക്കോളജി കൊടുക്കുന്ന കേരളത്തിൽ കാലിക്കറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് MSc അപ്ലൈഡ് സൈക്കോളജി. ഡിഫറൻ്റ് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് MSc അപ്ലൈഡ് സൈക്കോളജി എന്നുള്ളത്. അവിടേക്കും എന്താണ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് എൻട്രൻസ് തന്നെ ആയിരിക്കും. എൻട്രൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ പല വർഷങ്ങളിലും ഒരു പാറ്റേൺ മാറ്റുന്ന ഒരു രീതിയുണ്ട്. അതായത് ഓരോ വർഷം പല രീതിയിലുള്ള പാറ്റേൺ ആണ് അവർ ചെയ്യാറുള്ളത്. ദെൻ കഴിഞ്ഞ വർഷം 2023 നോക്കുകയാണ്. 2023 അവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ആകെ മുഴുവൻ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 100 ക്വസ്റ്റ്യൻസ്, അതായത് മറ്റേ ഈ പറയുന്ന കേരളത്തിലെ എല്ലാ എക്സാമുകളെയും പോലെ തന്നെ എന്താണ് കേരളത്തിലെ മറ്റേ എക്സാമുകൾ പോലെ തന്നെ പൂർണ്ണമായിട്ടും ഒരു പേപ്പർ പെൻസിൽ ആവാറ്. അതായത് പേപ്പർ പെൻസിൽ, അതായത് ഓമാർ ടൈപ്പ് ആയിട്ടുള്ള എക്സാമാണ് ഉണ്ടാവാറുള്ളത്. കഴിഞ്ഞ വർഷം 2023 അത് 100 ക്വസ്റ്റ്യനുള്ള 100 MCQ ഉള്ള ദെൻ കോമൺ ആയിട്ടുള്ള കാലിക്കറ്റിൻ്റെ പോലൊക്കെ തന്നെ ദെൻ ഒരു ക്വസ്റ്റ്യന് എന്താണ് അങ്ങനെ 100 മാർക്ക്, 100 ക്വസ്റ്റ്യൻ ഓരോ മാർക്ക് വീതമുള്ള ദെൻ 0.25 റിഡക്ഷനുള്ള എക്സാമാണ്. പൊതുവെ നെഗറ്റീവ് മാർക്കിങ്ങുള്ള എക്സാമാണ് കഴിഞ്ഞ വർഷം, അതായത് 2023 അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. ദെൻ 21-ലും 22-ലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന് മുന്നൊക്കെ നോക്കുകയാണെങ്കിലും 21-22 മുന്നേ അവർ ഇതുപോലത്തെ 100 മാർക്കുകൾ നടത്തി. ദെൻ കഴിഞ്ഞ വർഷത്തെ മുന്നത്തെ 21-22 വർഷങ്ങൾ 21-22 അവർ എന്ത് നടത്തിയിട്ടുണ്ടായിരുന്നു? ഈ പറയുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ആകെയുള്ള ക്വസ്റ്റ്യനിൽ 60% എന്തായിരിക്കും MCQയും, ബാക്കിയുള്ളൊരു 40% എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കും. എന്തായിരിക്കും? ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിനകത്ത് തന്നെ ഇതൊരു 60 ക്വസ്റ്റ്യൻ ആണ് MCQ എങ്കിൽ, 60 ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ പറയുന്ന 12 ക്വസ്റ്റ്യനകത്ത് നിന്ന് എന്ത് ചെയ്യണം? 12 ക്വസ്റ്റ്യനിൽ 8 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അങ്ങനെ 8 ക്വസ്റ്റ്യനിൽ അങ്ങനെ 40 മാർക്ക് എന്ന രീതിയിൽ 12-ൽ 8 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അതിൽ 40 മാർക്ക് എന്ന രീതിയിലായിരിക്കും ഇങ്ങനെ ഉണ്ടായിരിക്കുക നമ്മുടെ 21-22. അപ്പം ചിലപ്പം ഈ വർഷം ചിലപ്പം പറയുന്നത് പാറ്റേൺ ഷിഫ്റ്റ് ചെയ്യുക. എനിവേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും MCQ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് ഒരു മിക്സ്ഡ് ടൈപ്പ് ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കാം. ദെൻ ഇതിലും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും ഈ പറഞ്ഞ MCQക്കകത്ത്. ഇതാണ് കോമൺ ആയിട്ടുള്ള നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. പാറ്റേൺ മാറി വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. എനിവേ നമുക്കറിയാം കേരള യൂണിവേഴ്സിറ്റിയുടെ സിലബസ് എന്ന കാര്യത്തിൽ പലർക്കും സംശയം ഉണ്ടായിരിക്കും. എന്തായിരിക്കും കേരള യൂണിവേഴ്സിറ്റി സിലബസ്? പൊതുവെ കേരളത്തിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പൊതുവെ സിലബസുകൾ എടുത്ത് പറയാറില്ല. ദെൻ കേരള യൂണിവേഴ്സിറ്റിയും എന്ത് ചെയ്തിട്ടില്ല? ഒരു സ്പെസിഫിക് സിലബസ് പറയുന്നില്ല. പക്ഷെ അവർ പറയുന്നുണ്ട് നിങ്ങൾ UG ലെവലിൽ പഠിച്ച കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന സിലബസുകളായിരിക്കും, അതിനകത്തുള്ള സിലബസ് ആയിരിക്കും ഉണ്ടായിരിക്കാനുള്ളത്. എനിവേ ഞാൻ ഏതായാലും കേരള യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാമിൻ്റെ സിലബസ് ആണ് പറയാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പക്ഷേ പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് പോകാം നമുക്ക്. ഒന്നാമത്തെ ഫൗണ്ടേഷൻ ആൻഡ് മെത്തേഡ്സ് ഓഫ് സൈക്കോളജി. നമുക്കറിയാം കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ സിലബസുകളും ക്രമീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സൈക്കോളജി സിലബസുകളും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ക്രമീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടേതും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെയും സിലബസുകളും വളരെ സാമ്യമുള്ളതായിരിക്കും എന്നുള്ളതാണ്. ഒന്നാമതാണ് ഫൗണ്ടേഷൻ ആൻഡ് മെത്തേഡ്സ് ഓഫ് സൈക്കോളജി. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ സൈക്കോളജിയാണ് പറയുന്നത്. അതിൽ നമ്മുടെ ഒറിജിൻ സിലബസിലെ ഫിലോസഫിക്കൽ ഒറിജിനും ഏർലി ഇന്ത്യൻ തോട്ട്സ് അടക്കമുള്ള ദെൻ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഏർലി ഇന്ത്യൻ തോട്ട്സ്. കാലിക്കറ്റ് ചിലപ്പോൾ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി ഇവിടെ ഏർലി ഇന്ത്യൻ തോട്ട്സും കാര്യങ്ങളും ദെൻ സ്കൂൾസ് ഓഫ് തോട്ട്സും ഹിസ്റ്ററി ആൻഡ് മോഡേൺ സയൻസ്, അതായത് സ്കൂൾസ് ഓഫ് തോട്ട് പറയുന്ന ഭാഗങ്ങൾ. ദെൻ ബേസിക് ഡെഫിനിഷൻ. ദെൻ അവർ പറയുന്ന ഒരു സാധനമുണ്ട് സ്യൂഡോ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറില്ല. സ്യൂഡോ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എന്താണ് പാൽമിസ്ട്രി, ആസ്ട്രോളജി, ഗ്രാഫോളജി അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ സിലബസിനകത്തുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നായി കണ്ടിട്ടില്ല. ദെൻ ബ്രാഞ്ചസ്, സ്കൂൾസ് ബ്രാഞ്ചസ് ദെൻ ഹിസ്റ്റോറിക്കൽ പാർട്ട്. ഈ ഭാഗത്താണ് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്നത്.
ദെൻ അതിനായിട്ട് മെത്തേഡ്സ് ഓഫ് സൈക്കോളജി എന്ന ഭാഗത്ത് നമുക്കറിയാം റിസർച്ചിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിസർച്ച് മെത്തേഡ്സ് ആണ്. ഒബ്സർവേഷൻ എന്താണ്, കേസ് സ്റ്റഡി എന്താണ്, സർവേ എന്താണ്, നമ്മൾ റിസർച്ച് സ്റ്റാറ്റിൽ പഠിക്കുന്ന സാധനങ്ങളായിരിക്കും. ദെൻ വേരിയബിൾസ് എന്താണ്, ക്വസ്റ്റ്യനേഴ്സ് എന്താണ്, എത്തിക്സ് എന്താണ്, അത്രയും റിലേറ്റഡ് സാധനങ്ങളൊക്കെ ആയിരിക്കും. എന്താണ് ടെസ്റ്റും ഇൻ്റർവ്യൂ, ടൈപ്സ് ഓഫ് ടെസ്റ്റുകളും, ദെൻ റേറ്റിംഗ് സ്കെയിൽസും ക്വസ്റ്റ്യനറിനെ കുറിച്ചൊക്കെ ബേസിക് ആയ കാര്യങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ സെൻസേഷൻ, അറ്റൻഷൻ ആൻഡ് പെർസെപ്ഷൻ. നമുക്കറിയാം സെൻസേഷൻ പെർസെപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗം. അതിനകത്ത് സെൻസേഷനും ദെൻ ബേസിക് സെൻസേഷൻ്റെ തിയറീസും ദെൻ ത്രെഷോൾഡ് റെക്കമെൻഡ് സാധനങ്ങളും സൈക്കോഫിസിക്കൽ സ്കെയിലിംഗ് മെത്തേഡ്സും അറ്റൻഷൻ ആൻഡ് അറ്റൻഷൻ ഫാക്ടേഴ്സ് ആൻഡ് തിയറീസ്, ഡിസ്ട്രാക്ഷൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറ്റൻഷൻ ചോദിക്കാം. ദെൻ പെർസെപ്ഷനകത്ത് പെർസെപ്ഷൻ ഓർഗനൈസ് ജസ്റ്റാൾട്ടിനെ കുറിച്ചും ജസ്റ്റ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചും ഡെപ്ത് പെർസെപ്ഷനും ആൻഡ് മോണോക്കുലർ ആൻഡ് ബൈനാക്കുലർ ഡെപ്ത് ക്യൂസിനെ കുറിച്ചും ആൻഡ് ESP റിലേറ്റഡ് സാധനങ്ങളൊക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ദെൻ കോൺഷ്യസ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് വരുള്ളൂ, പക്ഷേ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. സ്ലീപ്പ് എന്താ, ഡ്രീം എന്താ, ഡിഫറെൻറ്റ് ആൾട്ടേഡ് സ്റ്റേറ്റ്സ് എന്താണെന്ന കാര്യം മാത്രമായിരിക്കും പറയുന്നുണ്ടായിരിക്കാം. ദെൻ അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ പ്രോസസ്സ് എന്നുള്ളൊരു അടുത്ത പേപ്പറാണ് സൈക്കോളജിക്കൽ പ്രോസസ്സ് എന്നുള്ളത്. സൈക്കോളജിക്കൽ പ്രോസസ്സിനകത്ത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ലേണിംഗ് ആണ്. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ലേണിംഗ് എന്നുള്ളത്. ഓക്കെ, ലേണിങ്ങിനകത്ത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്താണ്, ഒപ്പറന്റ് കണ്ടീഷനിങ് എന്താണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസും കോൺസെപ്റ്റുകളും ദെൻ അപ്ലിക്കേഷൻസും കാര്യങ്ങളും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ്സും, അതായത് സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ലേണിംഗ്സ്, ദെൻ ഒബ്സർവേഷൻ ലേണിംഗ്, ദെൻ പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് സാധനങ്ങൾ, ആൻഡ് ഹിസ്റ്റോറിക്കൽ പാർട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും ലേണിംഗ് ഉണ്ടായിരിക്കും. ദെൻ മെമ്മറിക്കകത്ത് ബേസിക് ആയിട്ടുള്ള മെമ്മറി പ്രോസസ്സിനെ കുറിച്ച്, എൻകോഡിങ്, സ്റ്റോറേജ് ആൻഡ് റിട്രീവിങ് എന്താ, ദെൻ അവിടെ പ്രധാനപ്പെട്ട പ്രോസസ്സിങ്സ്, അതായത് ലെവൽസ് ഓഫ് പ്രോസസ്സിങ്, ഇൻഫർമേഷൻ, അതായത് മെമ്മറി മോഡൽസ് കാര്യങ്ങളും, ഇതല്ലാത്ത കാര്യങ്ങളും മെൻഡൽസിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട മറ്റു മെമ്മറി റിലേറ്റഡ് ചോദ്യങ്ങളും കേരളത്തിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ മെഷറിംഗ് മെമ്മറി, റീകോൾ, റെക്കഗ്നീഷൻ പോലുള്ള കാര്യങ്ങൾ എന്താണ്. ദെൻ ഫോർഗറ്റിംഗ് കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്തൊരു ഭാഗം. ദെൻ ന്യൂമോണിക് ടെക്നിക്സിനും ഈ പറയുന്ന കേരള യൂണിവേഴ്സിറ്റി റെഗുലറായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ കോഗ്നിറ്റീവ് പ്രോസസ്സിൻ്റെ ഭാഗത്ത് നമുക്കറിയാം റീസണിങ് എന്താണ്, പ്രോബ്ലം സോൾവിങ് എന്താണ്, ടൈപ്സ് കോൺസെപ്റ്റ് എന്താണ്, പ്രോട്ടോടൈപ്പ് എന്താണ്, സ്കീം എന്താണ് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരിക്കുക. ദെൻ അത് ചോദിക്കാണ്ട് മെയിൻ അനാലിസിസ്, ബാക്ക്വേർഡ് സെർച്ച് റിലേറ്റഡ് കാര്യങ്ങൾ, ദെൻ ക്രിയേറ്റിവിറ്റി റിലേറ്റഡ് ആയ കാര്യങ്ങൾ, ക്രിയേറ്റീവ് ഡൈവേർഷൻ തിങ്കിങ് എന്നാണ്, കൺവേർഷൻ തിങ്കിങ് എന്നാണ്, അത്രയും സാധനങ്ങളൊന്നും ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ മോട്ടിവേഷൻ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗം. മോട്ടിവേഷൻ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല, എങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മോട്ടിവേഷൻ, ബയോളജിക്കൽ മോട്ടിവേഷൻ റിലേറ്റഡ് സാധനങ്ങൾ, ബേസിക് മോട്ടിവേഷൻ റിലേറ്റഡ് തിയറീസ്, അതായത് ബയോളജിക്കൽ ഈ പറയുന്ന നമ്മുടെ ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്താണ്, അല്ലെങ്കിൽ പുഷ് ആൻഡ് പുൾ തിയറീസ് എന്താണ്, അത്രയും കാര്യങ്ങളെക്കുറിച്ചും. ദെൻ സ്ഥിരമായി ചോദിക്കുന്ന ഏരിയയാണ് ലെവൽസ് ഓഫ് അറോവൽസിനെ കുറിച്ച് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. എക്സ് ഡോട്ട്സ് ആൻഡ് ലോ പോലുള്ള സാധനങ്ങൾ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. ദെൻ ഹൈറാർക്കി ഓഫ് മോട്ടീവ്സ് റിലേറ്റഡ് സാധനങ്ങളും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ബാക്കിയുള്ള മോട്ടിവേഷൻ, കറണ്ട് ആൻഡ് പ്രോസസ് തിയറീസ് കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ ഇമോഷൻ അടുത്തൊരു ഏരിയയാണ്. ഇമോഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എലമെന്റ്സ് ഓഫ് ഇമോഷൻ, ഫിസിയോളജിക്കൽ റേറ്റ്സ്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ തിയറീസ് ഓഫ് ഇമോഷൻ ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഓക്കെ, പിന്നെ എന്നുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. ദെൻ സൈക്കോളജി ആൻഡ് അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഓക്കെ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമുക്കറിയാം പേഴ്സണാലിറ്റി ഇൻ്റലിജൻസ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഇൻഡിവിജ്വൽ ഡിഫറൻസിൻ്റെ, അതായത് എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഇതൊന്നും ക്വസ്റ്റ്യൻസ് അങ്ങനെ പൊതുവെ ചോദിക്കാറില്ല. എന്താണ് ക്വസ്റ്റ്യൻസ് എന്ന് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാറില്ല, ഈ ഒരു മൊഡ്യൂൾ ചോദിക്കാറില്ല. പക്ഷേ ഇവിടെ നിന്ന് നല്ലപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്താണ് ഇൻ്റലിജൻസ് തിയറി, എന്താണ് ടെസ്റ്റുകൾ, എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കെയിൽസിനെ കുറിച്ചൊക്കെ ആയിരിക്കും ഇവിടെ ചോദിക്കേണ്ടായിരിക്കുക. ദെൻ ഇവിടെ കുറച്ച് പേരുടെ തിയറികൾ പറയുന്നത് സ്പിയർമാൻ, തേഴ്സ്റ്റൺ, കാറ്റൽ, സ്റ്റേൺബർഗ്, ദെൻ ഗാർഡനർ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അടക്കമുള്ള തിയറീസും ദെൻ അതല്ലാത്ത തിയറീസും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ പേഴ്സണാലിറ്റി നമുക്കറിയാം, പേഴ്സണാലിറ്റി, ട്രൈറ്റ് ആൻഡ് ടൈപ്പ്, എല്ലാ ടൈപ്പ് പേഴ്സണാലിറ്റിക്കകത്തും എല്ലാ ടൈപ്പ് പേഴ്സണാലിറ്റി, അതായത് സൈക്കോ ഡൈനാമിക്കും സൈക്കോ അനാലിസിസും അല്ലാത്ത ടൈപ്പ് തിയറീസിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ പേഴ്സണാലിറ്റി അസസ്മെൻറ്റിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ദെൻ അടുത്താണ് സൈക്കോമെട്രി എന്ന് പറയുന്നുണ്ട്. അതായത് എന്താണ് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിനകത്തുള്ള ഭാഗം സൈക്കോളജിയിലായിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. മീൻസ് സൈക്കോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ വേറെ ചോദിക്കുന്നുണ്ട്. ദെൻ മെഷർമെൻറ്റ്, ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് എന്തൊക്കെ, നോമിനൽ, ഓർഡിനൽ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ റിലയബിലിറ്റി എന്താണ്, വാലിഡിറ്റി എന്താണ്, അതിലുള്ള ടെസ്റ്റുകൾ എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിൻ്റെ എത്തിക്സുകൾ എന്താണ് എന്ന രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ദെൻ അടുത്ത റിസർച്ച് ഇൻ സൈക്കോളജി റിസർച്ച് ഭാഗത്തു നിന്നുള്ള
ഒരു ചാപ്റ്ററാണ് അടുത്ത കേരള യൂണിവേഴ്സിറ്റിയിലുള്ളത്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് എന്താ മീൻസ് സിമ്പിളായിട്ട് പറയും ക്വാളിറ്റേറ്റീവ് എന്താണ്, സ്റ്റെപ്സ് എന്താണ്, റിസർച്ച് പ്രപ്പോസൽ എന്താണ്, സ്ട്രക്ചർ ഓഫ് റിസർച്ച് റിപ്പോർട്ട് സ്ട്രക്ചർ എന്താണ് എന്ന രീതിയിലൊക്കെയുള്ള സാധനങ്ങളാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ബേസിക് ഡിഫറൻസുകൾ, അതായത് മെത്തേഡ്സ് ഓഫ് റിസർച്ചിനകത്തുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതായിരിക്കും എൻട്രൻസ് വ്യൂ പോയിന്റിലേക്ക് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. സോഷ്യൽ ബിഹേവിയർ, സോഷ്യൽ സൈക്കോളജി, അതിനകത്തുള്ള പ്രധാനപ്പെട്ട ചില ഏരിയകൾ നോക്കി എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ ഇവിടെ നിന്ന് അധികം ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ദെൻ ഇതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് കാണുന്നത്. ദെൻ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്കിൽസ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അത് പൊതുവേ ചോദിക്കുന്ന, സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയ. മീൻസ് നമ്മൾ OB റിലേറ്റഡ് ഒക്കെ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്ന സമയത്തൊക്കെ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ദെൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഫേഷ്യൽ എക്സ്പ്രഷൻസ് എന്താണ്, പ്രോക്സിമിസി, കൈനസിസ് അടക്കമുള്ള സാധനങ്ങൾ, ആൻഡ് ബോഡി ലാംഗ്വേജ്, ടച്ചിങ്, മൈക്രോ എക്സ്പ്രഷൻ. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മറ്റൊരു ഭാഗമാണ് അട്രിബ്യൂഷൻ തിയറീസ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് തിയറീസ്. അതായത് പിന്നെ അപ്ലിക്കേഷൻ ആൻഡ് അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും അധികം കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻസ്, പക്ഷേ നിങ്ങൾ പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. ദെൻ സോഷ്യൽ കോഗ്നിഷൻ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. സോഷ്യൽ സ്കീമിനെ കുറിച്ച്, സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസി, ദെൻ ഹ്യൂറിസ്റ്റിക്സ് എന്താണ്, പ്രൈമിംഗ് എന്താണ്, ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് എന്നടക്കമുള്ള കാര്യങ്ങൾ. ദെൻ കോഗ്നിഷൻ ബയാസുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ടതാണ്. മീൻസ് ഒരു അടുപ്പിച്ച് തന്നെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. സെൽഫ് സെർവിങ് ബയാസും അതുപോലെ തന്നെ ഈവൻ സെൽഫ് കൗണ്ടർ ഫാക്ച്വൽ തിങ്കിങ് അടക്കമുള്ള, മാജിക്കൽ തിങ്കിങ് അടക്കമുള്ള കോഗ്നിറ്റീവ് എറേഴ്സുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ സോഷ്യൽ കോഗ്നിഷൻ എന്ന ഭാഗത്ത് ക്വസ്റ്റ്യൻ കാണാറുള്ളത്. ദെൻ അടുത്തൊരു ഏരിയ ആണ് ആറ്റിറ്റ്യൂഡ് എന്നുള്ള ഭാഗം. ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻറ്റ്, നമുക്കറിയാമല്ലോ സോഷ്യൽ സൈക്കോളജിക്ക് അത് ഏറ്റവും സ്ഥിരമായിട്ട് ഒരു എക്സാമിനകത്തും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഏരിയ ആണ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ആറ്റിറ്റ്യൂഡിനകത്ത് എന്തായിരിക്കും കോമ്പണൻസ് കുറിക്കും, അതേപോലെ തന്നെ ആറ്റിറ്റ്യൂഡിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് ചോദിക്കും. ദെൻ ആറ്റിറ്റ്യൂഡ് അളക്കുന്ന സ്കെയിൽസിനെ കുറിച്ച് ചോദിക്കാം. ദെൻ പിന്നെ പെർസുവേഷൻ, അങ്ങനെ മറ്റുള്ളവരെ പെർസ്യൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മീൻസ് ടൈപ്പ് ഓഫ് കാര്യങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും പെർസുവേഷനെ കുറിച്ചും, പെർസുവേഷൻ കോഗ്നിറ്റീവ് ഡിസണൻസും. കോഗ്നിറ്റീവ് ഡിസണൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് കേട്ടോ. കോഗ്നിറ്റീവ് ഡിസണൻസുമായി ബന്ധപ്പെട്ട തിയറീസും കോഗ്നിറ്റീവ് ഡിസണൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ദെൻ പ്രജുഡൈസ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ പ്രജുഡൈസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പ്രജുഡൈസ്, പ്രജുഡൈസിൻ്റെ റോൾ എന്താണ്, അതുപോലെ പ്രജുഡൈസിൻ്റെ ഒറിജിനൽ ഹിസ്റ്റോറിക്കൽ പാർട്ടിനെ കുറിച്ചൊക്കെ. ദെൻ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് സാധനമാണെങ്കിൽ കൂടിയും പ്രജുഡൈസ് എന്താണ്, ആറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട്, കോമ്പണൻസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രജുഡൈസ് കിടക്കുന്നത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇവർക്ക് പിന്നെ പല കാര്യങ്ങളും പഠിപ്പിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉണ്ട്, പക്ഷേ അത് നമ്മൾ എൻട്രൻസിനകത്തേക്ക് ചോദിക്കില്ല. ദെൻ സെൽഫ് ആൻഡ് സോഷ്യൽ ഐഡൻറ്റിറ്റി എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, സെൽഫുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ്, സെൽഫ് റിലേറ്റഡ് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് സെൽഫ് അവയർനെസ്, സെൽഫ് എഫിക്കസി, സെൽഫ് കോൺസെപ്റ്റ്, അതുപോലെ ബന്ധപ്പെട്ട ഒരുപാട് സെൽഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് പൊതുവേ ചോദിക്കാറുണ്ട്. ദെൻ ജെൻഡർ, റിലീജിയൻ, ഇതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് പൊതുവേ ചോദിക്കുന്നത്. പക്ഷേ സ്റ്റീരിയോ ടൈപ്പിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിനെ കുറിച്ചൊക്കെ ഗ്ലാസ് ക്ലിഫ്, ഗ്ലാസ് സീലിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കാം. ദെൻ സോഷ്യൽ സൈക്കോളജിയുടെ അടുത്തൊരു സെമസ്റ്ററിനകത്ത് സോഷ്യൽ സൈക്കോളജി ആൻഡ് പ്രോസസ് എന്നൊരു പേപ്പറാണുള്ളത്. അതിനകത്ത് എന്താണ് കൺഫേമിറ്റി, വളരെ ഇമ്പോർട്ടൻറ്റ് കൺഫേമിറ്റി ആൻഡ് എക്സ്പെരിമെൻറ്റ്സ് എന്തെങ്കിലും ചോദിക്കാറുണ്ട്. ദെൻ നോംസ് എക്സ്പെരിമെൻറ്റ്സ് ചോദിക്കാറുണ്ട്. ദെൻ പ്രിൻസിപ്പിൾസ് ആൻഡ് ടാക്ടിക്സ് ആൻഡ് സിയാൽഡിയുടെ എന്താണ് നമ്മളെ കോംപ്ലയൻസ് ടെക്നിക്കുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ദെൻ മില്ലിഗ്രീമിൻ്റെ എക്സ്പെരിമെൻറ്റും ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ ഗ്രൂപ്പ്സ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറില്ലെങ്കിൽ ഗ്രൂപ്പ് തിങ് എന്താണ്, ഗ്രൂപ്പ് ഹാർമണി എങ്ങനെയാണ്, ഗ്രൂപ്പ് ഹാർമണിയാണ് എങ്ങനെ, ഗ്രൂപ്പ് പ്രോസസ് എങ്ങനെയാണ്, ഗ്രൂപ്പ് ഫോർമേഷൻ എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ ചോദിക്കുക. ദെൻ സോഷ്യൽ ഫെസിലിറ്റേഷനും സോഷ്യൽ ലോഫിങ്ങും അതുമായി ബന്ധപ്പെട്ട എക്സ്പെരിമെൻറ്റും അതുമായി ബന്ധപ്പെട്ട പ്രധാന പേഴ്സണാലിറ്റീസിനെ കുറിച്ചും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാറുണ്ട്. ദെൻ പ്രോസോഷ്യൽ ബിഹേവിയർ, ദെൻ പ്രോസോഷ്യൽ റിലേറ്റഡ് തിയറീസാണ് പൊതുവെ ചോദിക്കാറുള്ളത്. എന്താണ് ആൾട്ടൂറിസം ആൻഡ് ആൾട്ടൂറിസം, എമ്പതി, ആൾട്ടൂറിസം മോഡൽസ് ഒക്കെയാണ്. നെഗറ്റീവ് സ്റ്റേജ് റിലീഫ് മോഡലൊക്കെ ആയിരിക്കും. ഇത് ആര് പ്രപ്പോസ് ചെയ്തു, എന്താണെന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്. ദെൻ അഗ്രഷൻ ചോദിക്കാറുണ്ട്. അഗ്രഷൻ തിയറീസ് തന്നെ പ്രധാനമായി ചോദിക്കാറുള്ളത്. ഒരു ഫ്രസ്ട്രേഷൻ ആൻഡ് അഗ്രഷൻ ഹൈപ്പോത്തിസിസ് റിലേറ്റഡ് സാധനങ്ങളായിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളത്. ഓക്കെ, ദെൻ എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആണ് അടുത്തൊരു ചാപ്റ്റർ പറയുന്നുണ്ട്. അതിനകത്ത് എന്താണ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത്രയും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത്ര റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട ഏരിയ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല അധികം. ദെൻ ഇൻഡിവിജ്വൽ ഇൻ ഓർഗനൈസേഷൻ OB ആണ്. OBക്കകത്ത് പ്രധാനമായിട്ട് ചോദിക്കും OB ഫീൽഡ്, OB മോഡൽസ് ആൻഡ് ഓർഗനൈസ് സ്ട്രക്ചർ എന്താണ്, ഡിഫറെൻ്റ് ആയിട്ട് സ്ട്രക്ചർ അല്ലേ, കോമൺ ഓർഗനൈസേഷൻ ഡിസൈൻസ് എങ്ങനെയാണ്, ദെൻ ബ്യൂറോക്രസി മോഡൽ എങ്ങനെയാണ്, സിമ്പിൾ സ്ട്രക്ചർ എങ്ങനെയാണ്, വിർച്വൽ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, ഇപ്പോൾ ബൗണ്ടറിലെസ് ഓർഗനൈസേഷൻ എന്താണ്, ലേണർ ഓർഗനൈസേഷൻ എന്താണ്, ബേസിക്കൽ ഡിഫറൻസുകൾ പഠിച്ച് വെക്കുക, മനസ്സിലാക്കി വെക്കുക എന്നുള്ളതായിരിക്കും OBയിൽ ചോദിക്കുന്നുണ്ടായിരിക്കുക. ദെൻ OBക്കകത്ത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റി ടെസ്റ്റുകളെ കുറിച്ചാണ്. ടൈപ്പ് അത് നമുക്ക് ഇവിടെ പഠിക്കും. മേസ് ബ്രേക്കേഴ്സൊക്കെ നമ്മൾ പേഴ്സണാലിറ്റിക്കകത്ത് പഠിക്കും.
ബിഗ് ബൈ പേഴ്സണാലിറ്റി മോഡൽ കാര്യങ്ങളും അത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ജോബ് ഫിറ്റ് റിലേറ്റഡ് സാധനങ്ങൾ, ജോബ് എൻറിച്ച്മെൻറ്റ്, ജോബ് ഓർഗനൈസേഷൻ ഫിറ്റ്, ദെൻ ജോബുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ മോട്ടിവേഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് അറ്റ് വർക്കിനകത്തുള്ള മോട്ടിവേഷൻ തിയറീസും ആൻഡ് ആറ്റിറ്റ്യൂഡും അതാണ് ഇവിടെ ചോദിക്കുക. നമ്മൾ നേരത്തെ മോട്ടിവേഷൻ തിയറിക്കകത്ത് കണ്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടെ ബാക്കിയുള്ള കണ്ടന്റ് ആൻഡ് പ്രോസസ് തിയറീസ് എല്ലാം തന്നെ ഇതിനകത്ത് ചോദിക്കുന്നതാണ്. അതായത് ഗോൾ സെറ്റിംഗ് തിയറി എന്താണ്, MBO എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ എന്താണ്, ജോബ് റൊട്ടേഷൻ എന്താണ്, ജോബ് ഇൻവോൾവ്മെൻറ്റ് എന്താണ്, ജോബ് എൻറിച്ച്മെൻറ്റ് എന്താണ്, ഹൊറിസോണ്ടൽ ഡെവലപ്മെൻറ്റ് എന്താണ്, ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, OCB അടക്കമുള്ള ഓഡിയൻസ് കമ്മിറ്റ്മെൻ്റ് അടക്കമുള്ള ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദെൻ HRM റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. HRM എന്താ മീൻസ് അത്ര ഡീറ്റെയിൽ ആയിട്ട് അതേ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല, പക്ഷേ ക്വസ്റ്റ്യൻസ് വളരെ 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 റെയറായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ കൗൺസിലിംഗ് സൈക്കോളജി ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഒന്നുമില്ല, കൗൺസിലിംഗ് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. കൗൺസിലിംഗിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൗൺസിലിംഗ് മെത്തേഡ്സ് ഉണ്ടല്ലോ, മെത്തേഡ്സ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവുകൾ, അതായത് ഹ്യൂമനിസ്റ്റിക് ആണ്, ബിഹേവിയറിസ്റ്റിക് വ്യൂ ആണ്, സൈക്കോ ഡൈനാമിക് ആയിട്ടുള്ള സാധനങ്ങളാണോ, ഡയറക്റ്റീവ് ഓർ നോൺ ഡയറക്റ്റീവ് ആണെന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പൊതുവെ ചോദിക്കാറുള്ളത്. ഓക്കെ, ദെൻ പ്രോസസ് കൗൺസിലിങ്ങിനകത്തും പ്രധാനപ്പെട്ട കൗൺസിലിങ്ങിൻ്റെ പ്രോസസ് മെത്തേഡുകൾ എങ്ങനെയാണ് ഒരു ഇതിനകത്ത് സ്ട്രക്ചർ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ എങ്ങനെ സ്ട്രക്ചർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സോളർ, എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടത്, കുറച്ച് സാധനങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നത്. കോൺഫിഡൻസ് എന്താണ്, പോസിറ്റീവ് റിഗാർഡ് എന്താണെന്നൊക്കെ നമ്മൾ ഹ്യൂമനിസ്റ്റിക് തിയറികൾ പഠിക്കുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും. എമ്പതി എന്നൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കാം. ദെൻ ഇത്രയും കാര്യങ്ങളൊക്കെ പൊതുവെ ആക്റ്റീവ് ലിസണിങ് എന്താണ്, ലിസണിങ് ടെക്നിക്കുകൾ എന്താണ്, മീൻസ് അതിന് ക്വസ്റ്റ്യൻ മീൻസ് എൻട്രൻസ് ഗ്രൂപ്പിനകത്ത് അധികം ക്വസ്റ്റ്യൻസ് വരാറില്ല. ഓക്കെ, ദെൻ മേജർ ക്വസ്റ്റ്യൻസ്, അതായത് മേജർ കൗൺസിലിംഗ് തിയറീസ്, ഇതിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കുക. ഇപ്പം നമ്മൾ ഈ പറയുന്ന എൻട്രൻസ് വ്യൂ പോയിന്റ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്ന ഏരിയയായിരിക്കും പേഴ്സൺ സെൻറ്റേർഡ്, ബിഹേവിയറൽ, കോഗ്നിറ്റീവ് ആൻഡ് സൈക്കോ അനലിറ്റിക് കൗൺസിലിംഗ്. ആര് പ്രപ്പോസ് ചെയ്തു, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോംപ്രൻസ് എന്തൊക്കെയാണ്, ഇതിനകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻസ് ആയി വരുന്നുണ്ടാവുക. സ്കോപ്പ് ഓഫ് കൗൺസിലിംഗ് സ്കൂൾ കൗൺസിലിംഗൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ ഏത് സൈക്കോളജിസ്റ്റാണ് ആക്ട് ചെയ്യേണ്ടത്, സ്കൂളിനകത്ത് ഏത് കൗൺസിലിംഗ് ആണ്, അല്ലെങ്കിൽ പറയുന്നത് നിങ്ങൾ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഏത് കൗൺസിലിംഗ് അവിടെ ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ കോളേജിൽ സ്കൂളിൽ സിലബസ് ഉണ്ടാക്കുന്ന സമയത്ത് ഏത് സൈക്കോളജിസ്റ്റ് ആയിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും പൊതുവെ സ്കോപ്പ് ഓഫ് കൗൺസിലിംഗിനകത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ അടിസ്ഥാനം ചോദിക്കുന്നുണ്ടായിരിക്കുക. ദെൻ ഡെവലപ്മെൻറ്റ് സൈക്കോളജി ഇമ്പോർട്ടൻ്റ് ആണ്, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ട് സ്റ്റഡി അപ്രോച്ചുകൾ, അതായത് ക്രോസ് സെക്ഷനിലും ലോഞ്ചിലും പോലുള്ള അപ്രോച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ദെൻ തിയറീസ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഫ്രോയിഡ്, എറിക്സൺ, പിയാഷെ, പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാർ. ദെൻ വൈഗോസ്കി, കാര്യങ്ങളെക്കുറിച്ചുള്ള ഇവരെ പ്രധാനമായിട്ടും എന്ത് ചെയ്യാൻ ഓർത്ത് വെക്കുക. ഇവരുടെ ക്വസ്റ്റ്യൻസ് വരാൻ സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ്, സോഷ്യോ കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യോ കൾച്ചറൽ റിലേറ്റഡ് സാധനങ്ങളൊക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. ദെൻ പ്രീനാറ്റൽ ഡെവലപ്മെൻറ്റിൽ ക്വസ്റ്റ്യൻസ് വളരെ നമ്മൾ എംബ്രിയോ അടക്കമുള്ള ഫീറ്റസ് അടക്കമുള്ള ടെറാട്ടോട്ടിൻ അടക്കമുള്ള സാധനങ്ങളെ കുറിച്ചൊക്കെ ബർത്തുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല, ബയോളജിക്കലായി ചോദിക്കാറില്ല, പക്ഷേ ജസ്റ്റ് ഓർത്ത് വെക്കാം. ദെൻ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, കോമൺ ആയിട്ട് സഫലക്കുള്ള പ്രോക്സിമൽ പാറ്റേൺസിനെ കുറിച്ചും പാറ്റേൺസ് ഓഫ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ. ദെൻ റിഫ്ലക്സിനെ കുറിച്ചും. ദെൻ ലേറ്റ് അഡൽട്ട്ഹുഡ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ തിയറീസ് ഓഫ് ഏജിങ് എന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. തിയറീസ് ഓഫ് ഏജിങ് എന്നുള്ളത് ജസ്റ്റ് ഓർത്ത് വെക്കുക, വേറെ ഒന്നും നോക്കണ്ട, തിയറീസ് ഓഫ് ഏജിങ് മാത്രം ഇതിനകത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ദെൻ അറ്റാച്ച്മെൻറ്റ് തിയറീസ് ആൻഡ് ലവ്, അറ്റാച്ച്മെൻറ്റ് തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറ്റാച്ച്മെൻറ്റ് തിയറീസ് പഠിച്ചേക്കുക. ദെൻ മോറൽ ഡെവലപ്മെൻറ്റ് പിയാഷെയുടെയും കോൾബർഗിൻ്റെ പഠിച്ച് വെക്കണം. ദെൻ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഈ ഒരു ഏരിയയിൽ നിന്ന്. ദെൻ ഓർഗനൈസേഷൻ അടുത്തൊരു സെമസ്റ്ററിന് ഓർഗനൈസേഷൻ ബിഹേവിയറിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളാണ്. ദെൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത മീൻസ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് സാധനം. കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി പറഞ്ഞു, അതിനകത്ത് ബേസിക് ആയിട്ട് നമ്മൾ ഒരു തവണയ്ക്ക് വായിച്ചാൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ചില ഏരിയകളൊക്കെ ആയിരിക്കും ഇതിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ ലീഡർഷിപ്പ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കകത്തുള്ള ലീഡർഷിപ്പ്, ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ്, തിയറീസ് ഓഫ് ലീഡർഷിപ്പ്. ദെൻ ഈ ഒഹിയോ സ്റ്റേറ്റ് ആൻഡ് മിഷിഗൺ സ്റ്റഡീസ് എന്താണ്, അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്താണെന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ദെൻ ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് എന്താണ്, പാർട്ടിസിപ്പേഷൻ മോഡൽ എന്താണ്, LMX തിയറി എന്താണ്, കരിസ്മാറ്റിക് ലീഡർഷിപ്പ്, ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് എന്താണെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് പഠിച്ചു വെക്കാം. ദെൻ സ്ട്രെസ് ആൻഡ് വർക്ക് പ്ലേസിന് സാധനങ്ങൾ, സ്ട്രെസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അധികം കണ്ടിട്ടില്ല, എന്നാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ഓർഗനൈസേഷണൽ കൾച്ചർ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ദെൻ ഇതിനും അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കേണ്ട. ദെൻ അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് അബ്നോർമൽ സൈക്കോളജി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. നമ്മൾ വീണ്ടും പറയുന്ന കേരളത്തിനകത്തുള്ള മുഴുവൻ സിലബസിനകത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാൽസിനും ബുച്ചറിനകത്തുള്ള അതേപോലുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക, ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ്.
യെസ്, അബ്നോർമാലിറ്റി ക്ലാസിഫിക്കേഷൻ അതുപോലുള്ള സാധനങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കും ഒന്നാമത്തതിനകത്ത്. ദെൻ ഐ സി ഡി DSM, പിന്നെ ഓരോ സാധനങ്ങൾ, അതായത് സ്പെസിഫിക് ഫോബിയാസിനെ കുറിച്ചുള്ള ന്യൂറോട്ടിക് റിലേറ്റഡ് സാധനങ്ങൾ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ദെൻ ഡിസോസിയേറ്റ് ഐഡന്റിറ്റി ഡിസോർഡർ കാര്യങ്ങൾ, ഡിപ്രസീവ് ഡിസോർഡർ, ബൈപ്പോളർ 1, 2 ടൈപ്പ് സാധനങ്ങൾ, ദെൻ ഷിസോഫ്രീനിയ, ഡെലൂഷൻ സൈക്കോട്ടിക് ഡിസോർഡറുകൾ, ദെൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ABC പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ, ദെൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ്. വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ADHD, ഓട്ടിസം, കണ്ടക്ട് ഡിസോർഡേഴ്സ്, ഫിസിക്കൽ ലേണിംഗ് ഡിസോർഡർ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ ഈ പറയുന്ന 4 സെമസ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 6 സെമസ്റ്ററിനകത്ത് മറ്റൊരു ഏരിയയാണ് ദെൻ ബ്രെയിൻ ആൻഡ് ബിഹേവിയർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് സൈക്കോളജി. അതായത് ഈ സൈക്കോളജി പേപ്പർ അല്ലാതെ കോംപ്ലിമെൻ്ററി ആയിട്ട് 2 സാധനങ്ങളാണ് ബ്രെയിൻ ആൻഡ് ബിഹേവിയർ 4 സെമസ്റ്ററിനകത്ത് ഉണ്ടായിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഓഫ് സൈക്കോളജി, ടെസ്റ്റ് റിലേറ്റഡ് സാധനങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരിക്കും എന്തുണ്ടായിരിക്കും പ്രധാനമായിട്ടും നമുക്ക് ഈ പറയുന്ന കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് പ്രധാനമായിട്ടും കാലിക്കറ്റിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് പഠിച്ചേക്കുകയാണെന്ന് വെച്ചാൽ OBയുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് കുറിച്ച് കൂടുതലായി ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ 100 ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും 2023 തന്നെ ആയിരിക്കും ഫോളോ ചെയ്യാനുള്ള സാധ്യത. എനിവേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ സിലബസിൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെയായിരിക്കും. മുഴുവൻ ജനറൽ സൈക്കോളജി കവർ ചെയ്യുന്നുണ്ട്. അതല്ലാതെ തന്നെ അപ്ലൈഡിനകത്ത് സോഷ്യലും അബ്നോർമലും ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയറിനകത്തും സോഷ്യൽ സൈക്കോളജിനകത്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മറ്റൊരു ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വേണ്ടി കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക. ദെൻ സിലബസ് കൃത്യമായിട്ട് പഠിക്കുക. ദെൻ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ഡിസ്കഷൻ കാര്യങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീണ്ടും കാണുന്നവരെ ബൈ.